സത്യത്തിൽ മനോഹരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ക്രിക്കറ്റിൽ കാണുന്നത്. ആ കളിക്കളത്തിൽ നമ്മുടെ ബുംറ മാൻ ഓഫ് ദ ടൂർണമെൻറ്റിനുള്ള മാൻ ഓഫ് ദ സീരീസിനുള്ള സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ താരങ്ങളും ദക്ഷിണാഫ്രിക്കൻ താരങ്ങളുമൊക്കെ ആയിട്ടുള്ള സ്നേഹ നിമിഷങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ വളരെ സങ്കടത്തിലാണ്. അവരുടെ പ്രിയപ്പെട്ടവർ ആശ്ലേഷിച്ചുകൊണ്ട് അവരുടെ സങ്കടത്തെ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യൻ താരങ്ങളും അവരെ കണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. കാരണം അവരും ഫൈനലിലേക്ക് എത്തിയ ടീമാണ്. നമ്മുടെ ഒപ്പം വളരെ കുറച്ച് എന്താ പറയുക ഒരു ഭാഗ്യത്തിൻ്റെ കൂടി ഘടകം ഇതിലെപ്പോഴും ഉണ്ടല്ലോ. അതിൽ ആണ് തീർച്ചയായും ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് അവരുടെ കൈകളിൽ നിന്ന് ഈ മത്സരം വഴുതിപ്പോയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അവർ ആഘോഷത്തോടെ ആവേശത്തോടെ നിൽക്കേണ്ട സമയത്ത് നമ്മൾ നിരാശരായി നിന്നേനെ. പക്ഷേ ക്രിക്കറ്റിൻ്റെയും അല്ലെങ്കിൽ സ്പോർട്ടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആവേശകരമായ ഒരു നിമിഷം എന്നത് അത് ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്. പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ ഫലങ്ങൾ വരുന്നു. ഏത് വമ്പനെയും ആരെയും അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ വമ്പന്മാർ ഇഞ്ചോടിഞ്ച് മത്സരിക്കുമ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ചിലരുടെ പരാജയം സംഭവിക്കാം അല്ലെങ്കിൽ വിജയം സംഭവിക്കാം. അങ്ങനെ നമ്മൾ എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരുന്നാണ്. പക്ഷേ മത്സരം തുടങ്ങിയ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രതീക്ഷകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞെങ്കിലും രോഹിത്തും സംഘവും രോഹിത്തിൻ്റെ മുഖത്തെ ഇടയ്ക്കൊരു നിരാശയുടെ ഒരു നിഴലാട്ടമൊക്കെ കണ്ടെങ്കിലും അതെല്ലാം മാറി ആവേശത്തിൻ്റെ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് ഇന്ത്യൻ ടീം പോവുകയാണ്. ഇത് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ്. എല്ലായിടത്തും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ പൂജകളുമൊക്കെയാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി ഈ കിരീടധാരണത്തിന് വേണ്ടി നടത്തിയിരുന്നത്. എന്തായാലും പ്രാർത്ഥനകളും പൂജകളും ഒക്കെ കണ്ടു എന്ന് കൂടി പറയാം. ഏറ്റവും ഗംഭീരമായ മത്സരത്തിലൂടെ ഇന്ത്യൻ ടീം നമ്മുടെ രാജ്യത്തേക്ക് ഇതാ ഒരു ലോക കിരീടം സ്വന്തമാക്കുമ്പോൾ അത് ആരാധകർക്ക് തീർച്ചയായും ആഘോഷിക്കാനുള്ള വകയാണ്. ഒപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഭാവി അത് പുതിയ താരങ്ങളിൽ സുരക്ഷിതമാണ് എന്നുകൂടി നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയിലാണ്. രജിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. രജിൽ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ അല്ലേ ഒരു സത്യത്തിൽ നമ്മളൊക്കെ കളി കണ്ടു തുടങ്ങിയ അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡ്, സച്ചിൻ, ഗാംഗുലി അവരുടെ ഒരു തുടക്കത്തിൽ നിന്നാണ് നമ്മളൊക്കെ ഈ ഞാൻ ക്രിക്കറ്റിൻ്റെ ഒരു ആവേശത്തിലേക്ക് നമ്മൾ വരുന്നത്. അന്ന് ദ്രാവിഡൊക്കെ ആദ്യ മത്സരങ്ങളിൽ വെറും 2 റണ്ണ് 3 റണ്ണൊക്കെ പുറത്താകുമ്പോൾ അന്നത്തെ നമ്മുടെ കുഞ്ഞു മനസ്സ് പറയാറുണ്ട്, ഇവരെയൊക്കെ ആരായി ടീമിലെടുത്തത്. പക്ഷേ രാഹുൽ ദ്രാവിഡൊക്കെയാണ് പിന്നെ ഇന്ത്യയുടെ വൻമതിലായിക്കട്ടെ. അപ്പോൾ ആ ഒരു തലമുറയ്ക്ക് ശേഷം സച്ചിനുമൊക്കെ അടങ്ങുന്ന ആ തലമുറ പിൻവാങ്ങിയ ശേഷം നമ്മൾ കണ്ടത് ധോണി നയിക്കുന്ന ഒരു ഇന്ത്യൻ ടീമിനാണ് അല്ലേ. എത്രയോ വർഷങ്ങൾ അതുപോലെ ഒരു ക്യാപ്റ്റൻ ഇനി ഇന്ത്യക്ക് ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അതുപോലെ അത്ര ഒരു കൂൾ ആയിട്ട് ആറ്റിറ്റ്യൂഡിൽ കളിക്കളത്തിൽ പെരുമാറുക, എല്ലാ താരങ്ങളുടെയും ഒരു ഔട്ട്പുട്ട് പൂർണ്ണമായും കളത്തിൽ ഊറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ക്യാപ്റ്റനായി മാറുക എന്നതൊക്കെ ധോണി നമുക്ക് മുന്നിൽ സമ്മാനിച്ചു. എങ്ങനെയാകണം ഒരു ക്യാപ്റ്റൻ, എങ്ങനെ ഒരു ടീമിനെ കൊണ്ടുപോകണം എന്നൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചതാണ്. അതായത് ഗാംഗുലി ഇട്ട ഒരു അടിത്തറ അല്ലേ, ഒരു ആവേശം അഗ്രസീവ് ടീം എന്ന ഒരു അടിത്തറ ഗാംഗുലി ഇട്ടെങ്കിൽ അതിന് മുന്നിൽ അങ്ങ് പടുതുയർത്തുകയായിരുന്നു ധോണി. അങ്ങനെ ധോണിയുടെ ആ തലമുറയും വിടവാങ്ങുന്നു. അടുത്ത ടീമായി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ വന്നു. ഇനി ആ ഒരു 3ാം തലമുറ കൂടി പിൻവാങ്ങാനുള്ളൊരു അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതാണല്ലോ. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി എത്ര നാളും കൂടി നമ്മൾ ഈ കോഹ്ലി കിങ് കോഹ്ലി അല്ലെങ്കിൽ റോക്കിംഗ് രോഹിതിനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി ഇന്നത്തെ ഈ ടൂർണമെൻറ്റ് മുഴുവൻ കണ്ട ആളെന്ന നിലയ്ക്ക് രജിലിന് വരുന്ന ഒരു പ്രതീക്ഷകൾ, ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ ഇങ്ങനെ ആളുകൾ നിലനിൽക്കുന്നുണ്ടല്ലോ. ആരിലേക്കാണ് ഇനി അടുത്ത ഈ ഒരു ഇന്ത്യൻ ടീമിനെ കേന്ദ്രീകരിക്കപ്പെടുക? നോക്കൂ, ഇന്ത്യ 2003 ലോകകപ്പിലാണ് ഫൈനലിലേക്ക്, അതായത് സമീപകാലത്ത് ഒരു ഫൈനലിലേക്കൊക്കെ വരുന്ന ഘട്ടം അതാണ്. ഇപ്പം നമ്മൾ 1983 കപ്പെടുത്തു. അത് കഴിഞ്ഞ വർഷം അതിൻ്റെ 40ാം വാർഷികമായിരുന്നു. ഇന്ന് ഈ 40 വർഷത്തിനിടെ, അതായത് 4 പതിറ്റാണ്ടിനിടെ വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായി എത്തിയതോടുകൂടി ഏത് ടീമിനെയും തോൽപ്പിക്കാൻ, അതായത് ഒരു കാലത്ത് ഓസ്ട്രേലിയയാണ് മറുവശത്ത് വരുന്നതെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഒരു പ്രവചനാതീതമായ സ്വഭാവം പോലും നഷ്ടപ്പെടുന്നു. ഓസ്ട്രേലിയ ജയിക്കുന്നു എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് ഏത് മത്സരവും ജയിക്കാവുന്ന ഒരു പ്രൊഫഷണൽ ടീമായി തന്നെ ഇന്ത്യ വളർന്നത് ഈ ഒരു 2 പതിറ്റാണ്ടിനിടെ നടന്ന വലിയ സംഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഗാംഗുലി വരുന്നു, ഒരുപാട് യുവതാരങ്ങൾക്ക് ടീമിൽ അവസരം കിട്ടുന്നു. അത് ഏത് ടീമിനെയും, അതായത് ഇന്ത്യക്കെതിരെ എക്കാലത്തും ഉയർന്ന വലിയ വിമർശനങ്ങളിലൊന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പിച്ചുകളിലൊക്കെ വളരെ മനോഹരമായി കളിക്കുക, വിദേശത്തെ പിച്ചുകളിൽ പോയിട്ട്, അതായത് ഇന്ത്യയിലെ ചത്ത പിച്ചുകളിലൊക്കെ വലിയ സ്കോർ നേടുക, വിദേശത്തെ പിച്ചുകളിലൊക്കെ പോയി കളിക്കുമ്പോൾ ഈ പുലികളെന്ന് പറയുന്ന താരങ്ങൾ എലികളായി മാറുന്നു എന്നതൊക്കെയാണ് വലിയ വിമർശനങ്ങളായി എക്കാലത്തും ഉയർന്നു കേട്ടിട്ടുള്ളത്. പക്ഷേ അതിന് മറ്റൊരു വശം കൂടിയുള്ളത്, ജയിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ താരങ്ങളും വലിയ
രാജാക്കന്മാരായി മാറും. തോൽക്കുമ്പോൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല എന്നത് തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല. ഇപ്പോൾ അഡ്ലൈഡിലൊക്കെ പോയിട്ട് ഇന്ത്യ നേടിയിട്ടുള്ള വിജയങ്ങൾ നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലായാലും ദക്ഷിണാഫ്രിക്കയിലായാലും ആ വിദേശത്തെ പിച്ചുകളിലൊക്കെ പോയി ഇന്ത്യ വളരെ കൃത്യമായ രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. 2007 ലോകകപ്പിൽ അതായത് ഏകദിന ലോകകപ്പിൽ വളരെ ദയനീയമായി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ പോയി പരാജയപ്പെടുന്നു. ആദ്യ റൗണ്ടിൽ തന്നെ തിരിച്ചു പോരുന്നു. അതേ വർഷം തന്നെയാണ് ധോണിയെ നായകനാക്കിക്കൊണ്ട് ഇന്ത്യ 2020 ലോകകപ്പിന് ഇറങ്ങുന്നത്. പ്രഥമ 2020 ലോകകപ്പിൽ തന്നെ ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നു. അതിനുശേഷം ഒരു 4 വർഷം കഴിയുമ്പോഴേക്കും ഏകദിന ലോകകപ്പിൽ ലോക ചാമ്പ്യന്മാരായി ഇന്ത്യ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സൗരവ് ഗാംഗുലി നൽകിയ ഒരു അടിത്തറ വളരെ കൃത്യമായി ധോണി ഉപയോഗപ്പെടുത്തുന്നു. എങ്ങനെ ഓരോ താരങ്ങളെയും ഉപയോഗിക്കണമെന്ന് വളരെ കൃത്യമായ രീതിയിൽ ധോണി കാണിച്ചു തന്നു. ഒരു ക്യാപ്റ്റൻ കൂളായി തന്നെ, അതായത് നമ്മൾ നേരത്തെ റിക്കി പോണ്ടിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റീവോയിലൊക്കെ കണ്ട ഒരു മികവുണ്ടല്ലോ, ക്യാപ്റ്റൻസി മികവ്, അത് നമ്മൾ ധോണിയിലും കണ്ടിട്ടുണ്ട്. ഏത് രീതിയിൽ തീരുമാനമെടുക്കണം. ഇപ്പം 2007 ലോകകപ്പിൻ്റെ ഫൈനലിൽ ജോഗീന്ദർ ശർമ്മയെ അവസാന ഓവർ ഏൽപ്പിക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഒരു നെറ്റി ചുളിച്ചവരാണ് ഏറെയും. അതായത് എന്തിന് അല്ലെങ്കിൽ ഇതുപോലൊരു ബൗളറെ വിശ്വസിച്ച് പന്ത് ഏൽപ്പിക്കാൻ കഴിയുന്ന ഘട്ടമാണോ എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ നിന്ന് വളരെ കൃത്യമായിരുന്നു ആ തീരുമാനമെന്ന് ധോണി കാണിച്ചു തന്നു. അതിനുശേഷം 2011 ലോകകപ്പ് എത്തിയപ്പോൾ അതുവരെ ഫോമിലല്ലായിരുന്ന ധോണി അവസാന ഫൈനൽ മത്സരത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ നേരത്തെ തന്നെ ഇറങ്ങി ഇന്ത്യയെ കളി ജയിപ്പിക്കുന്നു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഏത് മത്സരവും ജയിക്കാൻ കഴിയുന്ന ഒരു ടീമായി ഇന്ത്യ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ 2011 വരെയുള്ള കാലയളവ് തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു. അതിനുശേഷം ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി നേടുന്നു. അതിനുശേഷം നിരവധി ഫൈനലുകളിലും ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രോഹിതോ അല്ലെങ്കിൽ കോഹ്ലിക്കോ ലഭിക്കാതിരുന്ന ഒരു ഭാഗ്യം, ഇതുവരെ ഉണ്ടാകാതിരുന്ന ഒരു ഭാഗ്യം, അവർ നായകന്മാരായപ്പോൾ ഇന്ത്യക്ക് ഒരു ICC-യിലെ ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് രോഹിത് ശർമ്മയ്ക്ക് ആ ഭാഗ്യം കൈവന്നിരിക്കുന്നു. അദ്ദേഹം നായകനായ ഘട്ടത്തിൽ കൂടി ഇന്ത്യ വീണ്ടും ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ അതായത് ഓരോ ഘട്ടത്തിലും ഇന്ത്യക്ക് ഓരോ പുതിയ താരോദയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വിരാട് കോഹ്ലി ആവട്ടെ, ധോണി ആവട്ടെ, രോഹിത് ശർമ്മയാകട്ടെ, അത്തരം താരോദയങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉറച്ച, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്നവർ പോലും വളരെ ശക്തരായ ടീം താരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല. കാരണം അത്രത്തോളം ഏറെക്കുറെ ഭദ്രമാണ് ഇപ്പോഴത്തെ ടീം ഇന്ത്യ. അത് ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ബാറ്റിങ്ങിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ടോസ് നേടുമ്പോൾ ബൗളിംഗ് ആകണോ അല്ലെങ്കിൽ ബാറ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ പോലും ആശങ്ക വേണ്ടാത്ത രീതിയിലുള്ള ഒരു ടീമായി ഇന്ത്യ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.